ഹായ് എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ബിജു ജോർജ് TV ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഒരു ഫ്രിഡ്ജിൻ്റെ മദർ ബോർഡാണ്. അതിൻ്റെ പവർ സെക്ഷനിൽ വന്ന കംപ്ലൈൻറ്റ് എങ്ങനെയാണ് ഞാൻ പരിഹരിച്ചത്, അതിനെന്തൊക്കെയാണ് ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു ജോലി കൈ കിട്ടിക്കഴിയുമ്പോൾ അതിനെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം എന്നൊരു നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഐഡിയ നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തണം. കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ആദ്യം ഞാൻ ചെക്ക് ചെയ്തൊന്ന് ഈ കപ്പാസിറ്റർ ഇങ്ങനെ ബൾജായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കപ്പാസിറ്റർ കാരണമാണ് കംപ്ലീറ്റ് ഫോൾട്ടുകളും ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അതിനുശേഷം എൻ്റെ മോസ്പെറ്റ് പൊട്ടിത്തെറിച്ച് പോയി, മോസ്പെറ്റിൻ്റെ നമ്പർ പോലും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നൊന്നെ ചെക്ക് ചെയ്തൊന്നെ 4 ഡയോഡ് പോയി. ഉണ്ടോ, 4 ഡയോഡ്, അത് ഒരു ഡയോഡ് ഇവിടെ, ഇതെല്ലാം 4 ഡയോഡ് മാറ്റിയിട്ടു, കപ്പാസിറ്റർ മാറ്റിയിട്ടു, പിന്നെ ഫ്യൂസ് പോയി. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സി എ ട്രിപ്പിൾ എയ്റ്റ് ഇടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഇത് പ്രൈമറി സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അതായത് ഹൈ വോൾട്ടേജ് ഏരിയ ഉണ്ടല്ലോ, ലൈവ് ഏരിയ, ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ഒന്നത്. 2, ഇത് പഴയ ഫ്രീക്വൻസിയിലുള്ള പവർ സപ്ലൈയാണ്. പുതിയ ഫ്രീക്വൻസിയിലുള്ള പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ 100 kHz, 200, അങ്ങനെ ഹൈ ഫ്രീക്വൻസിയിലുള്ളതായിരിക്കും. ഇതെന്ന് പറയുന്നത് അതിലും കുറവ്, 100-ന് താഴെയാണ് ഇതിൻ്റെ kHz വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പഴയ മോഡലാണ്. ഒന്നത്. പിന്നെ ഏകദേശം ഞാൻ ഒരു മാറ്റങ്ങൾ വരുത്തിയത്, ഇത് ഓപ്റ്റോ കപ്ലെയർ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെയ്ത മോഡിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഓപ്റ്റോ കപ്ലെയർ 1, 2 അതിൻ്റെ വോൾട്ടേജുകളാണ്, റെഗുലേറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള വോൾട്ടേജുകളാണ്. പിന്നെ 3, 4 ഔട്ട്പുട്ട്. മൂന്നാമത്തെ പിന്നെ ഇതിനകത്ത് വ്യത്യാസമായിരുന്നു. ഈ IC-യിലേക്കുള്ള ഒരു വോൾട്ടേജായിരുന്നു, ഫീഡ്ബാക്കായിരുന്നു. അതിനെ ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് ക്യാൻസൽ ചെയ്തു. ഇവിടുന്ന് വേണ്ട റെസിസ്റ്റൻസ് ഞാൻ ഓപ്പണാക്കി, ഇവിടുത്തെ കപ്പാസിറ്റർ അങ്ങനെ തന്നെ വെച്ചു, അത് കുഴപ്പമില്ല. എന്നിട്ട് ഇത് നേരെ ഇതിൻ്റെ ഗ്രൗണ്ട് കൊണ്ടുവന്നിട്ട് നമ്പർ 3-ൽ കൊടുത്തു. 4-ൽ കൊണ്ടുവന്നിട്ട് CA